ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാം ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ആവറേജ് എന്ന ചാപ്റ്ററാണ്. ആവറേജ് അതായത് നമ്മുടെ മലയാളത്തിൽ ശരാശരി എന്ന് പറയുന്ന കാര്യം. ആവറേജിൻ്റെ അടിസ്ഥാനം നമ്മൾ ഈ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്ന വലിയ വലിയ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? നമ്മുടെ ഈ 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ കറക്റ്റായിട്ട് വ്യക്തമായി മനസ്സിലാക്കി പോവുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വിശകലനം ചെയ്ത് പോകാനായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഞാൻ ഒന്നാമത്തെ പാഠം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ മേലുള്ള ഐ ബട്ടണിലോ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ്, കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആവറേജ് എന്തെന്ന് അറിയണം. ആവറേജ് എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരാൾ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, കയ്യിലുള്ള എത്രയാണോ, ഇപ്പോൾ 1ഉം 2ഓ എത്ര രൂപയാണോ കയ്യിലുള്ളത് അത് കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു സംഭാവന എന്നുള്ള രീതിയിൽ അത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ 30 പേരാണ് ഉള്ളത്. അപ്പോൾ കണക്ക് നോക്കിയപ്പോൾ അയാൾക്ക് 150 രൂപ കിട്ടി. അതായത് 30 കുട്ടികളിൽ നിന്ന് അയാൾക്ക് 150 രൂപ കിട്ടി. 150 രൂപ 30 കുട്ടികളിൽ നിന്ന് കിട്ടി. അതായത് 30 എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. 30 കുട്ടികളിൽ നിന്ന് അയാൾക്ക് 150 രൂപ കിട്ടി. അപ്പോൾ ചോദിക്കുകയാണ്, ശരാശരി ഏകദേശം എത്ര രൂപ കിട്ടിക്കാണും ഒരു കുട്ടിയിൽ നിന്ന് ഏകദേശം എത്ര കിട്ടിക്കാണും എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സഹായത്തിന് വരികയാണ് നമ്മുടെ ആവറേജ്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ഫോർമുല വേണം. അപ്പോൾ അത് കാണാതെ പഠിക്കുക. എന്താണ് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ആവറേജ് ഈക്വൽ ടു, ആവറേജ് കണ്ടുപിടിക്കാനായി ടോട്ടൽ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ ഔട്ട്കം അഥവാ ടോട്ടൽ സം എന്ന് എഴുതാം. ടോട്ടൽ സം. ഓക്കെ, ടോട്ടൽ സം. എന്തിൻ്റെ ടോട്ടൽ സം? തന്നിരിക്കുന്നത് ഏതാണ്? ഇപ്പോൾ നമ്മുടെ കണക്കിൽ ഏതാണ്? ഒരാൾ വന്നിട്ട് പൈസയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? പൈസ. അപ്പോൾ ടോട്ടൽ സം. ഏതിൻ്റെ സമ്മാണ് എടുക്കേണ്ടത്? സം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുക. എന്തിനെല്ലാം കൂടെ കൂട്ടുക? ഓരോരുത്തർ കൊടുത്തത് എല്ലാം കൂടെ കൂട്ടുക. ഓക്കെ, എല്ലാം കൂടെ കൂട്ടിയെടുത്തപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? 150 രൂപ കിട്ടി. അപ്പോൾ നമ്മുടെ കണക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 150 രൂപ. ഓക്കെ, 150 രൂപ കറക്റ്റാണല്ലോ. ടോട്ടൽ സമ്മ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? രണ്ടാമത് നമ്മുടെ ടോട്ടൽ നമ്പർ. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കൊടുക്കണം? ടോട്ടൽ നമ്പർ കൊടുക്കണം. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ മൊത്തമായി എത്ര പേരുണ്ടായിരുന്നു? 30 പേരാണ് ഉണ്ടായിരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ആവറേജ്, ഈ അവസ്ഥയിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടോട്ടൽ സം എത്രയാണ്? 150. കറക്റ്റ് അല്ലേ? 150/30. അപ്പോൾ ഒരാൾ ഏകദേശം എത്ര രൂപ വെച്ച് കൊടുത്ത് കാണുമെന്ന് നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ 0 ഒക്കെ അങ്ങ് വെട്ടിക്കളയാം. 0 വെട്ടിക്കളഞ്ഞോ പിന്നെ എന്താണുള്ളത്? ഒരു 15ഉം 3ഉം. വെട്ടിച്ചെയ്യാനൊക്കെ എല്ലാവരും പഠിച്ചതാണല്ലോ. 15ഉം 3ഉം. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 5. അപ്പോൾ ഇതെന്താണ്? ഏകദേശം ഒരു കുട്ടി 5 രൂപ വെച്ച് കൊടുത്തിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടി 1 രൂപയായിരിക്കും കൊടുത്തത്. ചിലപ്പോൾ അടുത്തിരുന്നവൻ 2 രൂപയായിരിക്കും കൊടുത്തത്. ചിലപ്പോൾ അടുത്തിരുന്ന കുട്ടി അവൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നുകൊണ്ട് 8 രൂപ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കുട്ടി ഏകദേശം എത്ര രൂപ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി കൊടുത്തെന്ന് പറയുന്നു? 5 രൂപ വെച്ച് കിട്ടിക്കാണണം. ഏകദേശം ഒരു കുട്ടി 5 രൂപ വെച്ച് കൊടുത്താലേ 30 കുട്ടിയാവുമ്പോൾ 150 രൂപ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ആവറേജ് എന്താണ്? ഏകദേശം, ശരാശരി, ആവറേജ് എന്നുള്ള പേരിലൊക്കെ നമ്മൾ ഈ ആവറേജിനെ അറിയപ്പെടുന്നു. ഇനി ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറേ ചോദ്യം തന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ വീഡിയോ ഒരുപാട് വലുതാവുന്നത് കൊണ്ട് ഞാൻ 1ഉം 2ഉം പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33, 31. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ? ഓരോ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിനായി എന്ത് ചെയ്യുക? നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എഴുതുക. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ചോദ്യത്തിന് നമ്മൾ സ്റ്റെപ്പ് ആക്കി എഴുതുക. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ
ഓർ അറ്റൻഡഡ് മൺഡേ ടു ഫ്രൈഡേ എത്രയാണ്? നമുക്ക് ആ കിട്ടിയ ഔട്ട്കം അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം അതുപോലെ അങ്ങ് എഴുതാം. 34, 35, 32, 33, 31. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ആവറേജ് ആണ്. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമുക്ക് ആ ഫോർമുല ആദ്യമേ അങ്ങ് എഴുതി വെക്കാം, മറന്നു പോകാതിരിക്കണമല്ലോ. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് വേണം? ടോട്ടൽ സം വേണം. ടോട്ടൽ സമ്മിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ സം എത്ര? എന്തിൻ്റെ സമ്മാണ് എടുക്കേണ്ടത്? 34 പ്ലസ് 35 പ്ലസ് 32 പ്ലസ് 33 പ്ലസ് 31. എത്രയാണ് സമ്മ് കിട്ടുന്നത്? 165. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുക. മൊത്തവും എത്ര നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ, എന്തിൻ്റെ നമ്പറാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ ടോട്ടൽ നമ്പർ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ഹു അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ. നമുക്ക് ഇനി ദിവസത്തിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. തിങ്കൾ മുതൽ വെള്ളി വരെ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എത്ര ദിവസമാണുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 5 ദിവസമാണ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ എന്നോ നമുക്ക് എന്ത് വേണോ എഴുതാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 165 അഥവാ 165/5. 165/5 ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 33. സംശയമുള്ളവർ ഡയറക്റ്റായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആവറേജ്, അതായത് ആവറേജിൻ്റെ ഇക്വേഷൻ എഴുതി, ടോട്ടൽ നമ്പർ ബൈ അല്ലെങ്കിൽ ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ എന്നുള്ള എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ സം, തന്നിരിക്കുന്ന ഔട്ട്കമ്മിൻ്റെ സം എടുത്തു, എല്ലാം കൂടെ കൂട്ടി വെച്ചു. അപ്പോൾ 165 കിട്ടി. രണ്ടാമത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് വേണമായിരുന്നു, അത് 5 കിട്ടി. അത് കഴിഞ്ഞിട്ട് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എത്ര കിട്ടി? 165/5. അതെത്ര കിട്ടി? ആൻസർ 33. അപ്പോൾ ആവറേജ് ആൻസർ എത്രയാണ്? 33 ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ്സ് ഹൗസ് ഫോർ സം മന്ത്സ്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? Which are the months on which usage is more than the average? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദ ടേബിൾ ഷോസ്, തന്നിരിക്കുന്ന ടേബിൾ എന്താണെന്ന് നോക്കാം. മന്തും യൂണിറ്റും. മന്ത് ജാനുവരി മുതൽ മെയ് വരെ മന്ത് തന്നിട്ടുണ്ട്. അത് മാസം ജാനുവരി മുതൽ മെയ് വരെ തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മജീദിൻ്റെ വീട്ടിൽ ഇന്ന മാസങ്ങളിൽ, അതായത് ജാനുവരിയിൽ 85 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു. ഇലക്ട്രിസിറ്റി യൂസ്ഡ്. ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് എന്തിലാണ് പറയുന്നത്? യൂണിറ്റിലാണ് പറയുന്നത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ് ഹൗസ്, മജീദിൻ്റെ വീട്ടിൽ എത്രമാത്രം എനർജി അല്ലെങ്കിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ജാനുവരിയിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു? 85 യൂണിറ്റ്. ഫെബ്രുവരിയിൽ 90, മാർച്ചിൽ 75, ഏപ്രിലിൽ 82, മെയ്യിൽ 78 എന്നിങ്ങനെ ഉള്ളതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്. മാസം എത്ര എനർജി ഉപയോഗിച്ചു അല്ലെങ്കിൽ മാസം എത്ര ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. അതിനായിട്ട് നമുക്ക് ആദ്യമേ മന്തിനങ്ങ് നമ്പർ കൊടുക്കാം. ജാനുവരി 1, 2, 3, 4, 5. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ് കൂട്ടുകാരെ? ടോട്ടൽ നമ്പർ എത്രയാണ്? നമുക്ക് 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ? ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ സം വേണം. എന്തിൻ്റെ സമ്മാണ് ഇവിടെ എടുക്കേണ്ടത്? നമുക്ക് യൂണിറ്റിൻ്റെ സമ്മാണ് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ സം അഥവാ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 85 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 82 പ്ലസ് 78. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 410. കറക്റ്റ് അല്ലേ? അടുത്ത് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഈ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 410 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 5.
410നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 82 ആൻസർ കിട്ടുന്നത്. ഇനി നമ്മൾ ആവറേജിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആവറേജ് 82 കിട്ടി. ഓക്കെ, തൊട്ട് മുമ്പത്തെ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടിയത്? നമുക്ക് 33. ഓക്കെ, 33 കണ്ടാണ് ആൻസർ നേരത്തെ കിട്ടിയത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? ഏറ്റവും കൂടുതൽ ഔട്ട്കം 34, ഏറ്റവും കുറഞ്ഞ ഔട്ട്കം എത്രയാണ് ഇവിടെ? 31. ഏറ്റവും കുറഞ്ഞതിൻ്റെയും ഏറ്റവും കൂടിയതിൻ്റെയും ഇടയിലാണ് എന്ത് നിൽക്കുന്നത്? കിട്ടിയ ആവറേജ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കിട്ടിയ ആവറേജ് ഇവിടെ എത്രയാണ്? 82. തന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ എത്രയാണ്? 90. ഓക്കെ, 90. അഥവാ ഏറ്റവും കുറവ് യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? 75. ഈ 90നും 75നും ഇടയിലായിരിക്കണം കിട്ടുന്ന ആൻസർ. എങ്കിൽ ആൻസർ എന്താണ്? ശരി, അതായത് കറക്റ്റാണ്. കിട്ടുന്ന ആൻസർ മാക്സിമത്തിനും, അതായത് ഏറ്റവും കൂടുതലിനും മിനിമത്തിനും ഏറ്റവും കുറഞ്ഞതിനും ഇടയിലാണ് ആവറേജ് കിട്ടുന്നതെങ്കിൽ ആവറേജ് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു വഴിയാണെന്നേ ഉള്ളൂ അത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്ന മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ചോദ്യവും കൂടെ ഉണ്ട്. വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ആവറേജ്? അതായത് നമുക്ക് കിട്ടിയ ആവറേജിനെ കാട്ടിയും കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നോക്കാം. 82, അതായത് നമ്മുടെ ആവറേജ് എത്രയാണ്? 82. 82നെക്കാട്ടിയും കൂടുതൽ, മോർ ദാൻ, കൂടുതൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? 85 ഉണ്ട്, 90 ഉണ്ട്, 75 82നെക്കാളും താഴെയാണ്, 82 കറക്റ്റ് സെയിം ആണ്, പിന്നെ 78. ഓക്കെ, അപ്പം ആവറേജിനെക്കാട്ടിയും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? 85ഉം 90ഉം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ജാനുവരിയും ഫെബ്രുവരിയും എന്ത് ചെയ്യുന്നത്? വിച്ച് ഈസ് മോർ ദാൻ, അതായത് ആവറേജിനെക്കാട്ടിയും കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത്. 82നെക്കാട്ടിയും വലുതായ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അതങ്ങ് എടുത്ത് എഴുതുക. അത് ഏത് മാസം എന്ന് പറഞ്ഞ് കറക്റ്റ് നോക്കി എഴുതുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ദ വെയ്റ്റ് ഓഫ് എ പ്ലെയർ ഇൻ എ ടീം, അതായത് ഒരു ടീമിലുള്ള പ്ലേയേഴ്സിൻ്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ആർ 68 കിലോഗ്രാം. നമുക്ക് ആദ്യമേ അങ്ങ് എടുത്ത് എഴുതാം. എന്താണ് വെയിറ്റ്? അത് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. അത് എപ്പോഴും തെറ്റാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. എന്താണ് സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? വെയിറ്റ് ഓഫ് പ്ലേയേഴ്സ്. ഓക്കെ, വെയിറ്റ് ഓഫ് പ്ലേയേഴ്സ് എന്തെഴുതാം? നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 68 കിലോഗ്രാം. ഓക്കെ, 68 കിലോഗ്രാം എഴുതി. ഇനി എന്താണ്? 72 കിലോഗ്രാം എഴുതി. അടുത്ത് 80 കിലോഗ്രാം, പിന്നെ 70 കിലോഗ്രാം, പിന്നെ എത്രയാണ്? 60 കിലോഗ്രാം, അതുപോലെ തന്നെ 70 കിലോഗ്രാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആവറേജിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ സം, തന്നിരിക്കുന്ന ഔട്ട്കമ്മിൻ്റെ സം എടുക്കുക. ക്വസ്റ്റ്യൻ ആവറേജ് കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം? അതായത് ടീമിലുള്ള പ്ലെയറിൻ്റെ ആവറേജ് വെയിറ്റ്, ഏകദേശം എത്ര വെയിറ്റ് ആണ് ടീമിലുള്ള ആൾക്കാരുടെ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതെന്ന് അത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വെയിറ്റ് എടുക്കുക. ടോട്ടൽ വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 68 പ്ലസ് 72 പ്ലസ് 80 പ്ലസ് 70 പ്ലസ് 60 പ്ലസ് 70. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 420. ഓക്കെ, കറക്റ്റ് അല്ലേ? 420. അപ്പോൾ 420 കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് കിട്ടി, അഥവാ ടോട്ടൽ സമ്മ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ആവറേജിനായിട്ട്, അപ്പോൾ നമുക്കിനി വേണ്ടത് ടോട്ടൽ നമ്പറാണ്. എന്തിൻ്റെ നമ്പർ? നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവറേജ് എന്തിൻ്റെതാണ്? വെയിറ്റ് ഓഫ് എ പ്ലെയർ, അതായത് പ്ലെയേഴ്സിൻ്റെ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര പ്ലെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ എണ്ണാം? നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പ്ലെയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 6. അപ്പോൾ എത്ര പ്ലെയേഴ്സാണ്? 6 പ്ലെയേഴ്സാണ് ഉള്ളത്. അപ്പോൾ എത്രയാണ് ടോട്ടൽ നമ്പർ? 6. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ടോട്ടൽ സം അഥവാ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 420. 420 ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? 6. 420 ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 70 ആണ് കിട്ടുന്നത്. ഓക്കെ, ആവറേജ് വെയിറ്റ് 70. എന്ത് 70? 70 കിലോഗ്രാം. ഓക്കെ, അതിടാൻ മറക്കരുത്. യൂണിറ്റ് ആണ്, യൂണിറ്റ് ഇടാൻ മറക്കരുത് ഒരിക്കലും. കണക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 70 കിലോഗ്രാം. ഇനി നമുക്കുള്ളത് നാലാമത്തെ ചോദ്യം. ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ in 8 days is 1840 rupees. What is his average income per day? എന്താണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം? ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ 2-3 വട്ടം വായിക്കുക. വായിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റെപ്പ് എഴുതി തുടങ്ങാവുള്ളൂ. ഓക്കെ, ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ, ഒരാളുടെ
ടോട്ടൽ ഇൻകം എത്രയാണ്? 1840 രൂപ. എത്ര ദിവസത്തെ? 8 ദിവസത്തെ. അതായത് 8 ദിവസത്തെ ടോട്ടൽ ഇൻകം എത്രയാണ്? 1840 രൂപ. വാട്ട് ഈസ് ഹിസ് ആവറേജ് ഇൻകം? ആവറേജ് ഇൻകം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ സം. എന്തിൻ്റെ ടോട്ടൽ സം? ടോട്ടൽ സം ഓഫ് എന്തെന്ന് കൊടുക്കാം? ടോട്ടൽ സം ഓഫ് ഇൻകം എന്ന് കൊടുക്കാം. ഇൻകം എത്രയാണ് തന്നിട്ടുള്ളത്? 1840. ഓക്കെ, 1840 റുപ്പീസ്. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ദ ടോട്ടൽ ഇൻകം ഓഫ് 8 ഡേയ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ എത്രയാണ്? 8 ഡേയ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടി, ടോട്ടൽ സം കിട്ടി, അതായത് ടോട്ടൽ ഔട്ട്കം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ആദ്യം ഈ ടോട്ടൽ സം എത്രയാണ്? 1840. 1840 ബൈ 8. 1840 / 8 ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 230. എന്ത് 230? 230 റുപ്പീസ്. ഈ 230 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ അയാളുടെ ഏകദേശ വരുമാനം. ഏകദേശം 230 വെച്ച് ഒരു ദിവസം കിട്ടിയാൽ അയാൾക്ക് 8 ദിവസമാകുമ്പോൾ 1840 രൂപ കിട്ടും. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ സെക്ഷൻ, അതായത് ആദ്യത്തെ സെക്ഷനിലെ 4 ചോദ്യമാണ് ചെയ്തത്. ഇതുപോലെ നമുക്കിനി 3 സെക്ഷനും കൂടെ കാണും. 3 സെക്ഷനായിട്ടാണ് ചോദ്യം ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. അതുപോലെ ഓരോ സെക്ഷൻ അനുസരിച്ചാണ് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത് വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇനിയും 2-3 പാർട്ട് ഈ ആവറേജ് എന്നുള്ള പാഠത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്.